ഹായ് ഓൾ, ഞാൻ ബിനുഷ അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു വേർഡാണ് സാമൂഹിക വിരുദ്ധത, ആൻറ്റി സോഷ്യൽസ്. ആരും പെട്ടെന്നൊരു ദിവസം ആൻറ്റി സോഷ്യൽസായി മാറുന്നില്ല. കുട്ടിക്കാലം മുതലേയുള്ള അവരുടെ സ്വഭാവ ലക്ഷണങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ആദ്യ ലക്ഷണങ്ങൾ 10 വയസ്സ് മുതലാണ് കാണാൻ പറ്റുക. 10 വയസ്സിലേ കാണിക്കുന്ന ഈ സ്വഭാവ ലക്ഷണങ്ങളെ നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നല്ല പറയുക, മറിച്ച് കണ്ടക്ട് ഡിസോർഡേഴ്സ് എന്നാണ്. 6% മുതൽ 16% വരെ ആൺകുട്ടികളിലും 2% മുതൽ 8% വരെ പെൺകുട്ടികളിലും കാണാൻ സാധിക്കുന്ന ഒരു പേഴ്സിസ്റ്റൻ്റ് ബിഹേവിയറൽ ഡിസോർഡറാണ് കണ്ടക്ട് ഡിസോർഡർ. കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഇങ്ങനത്തെ ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ കാണാറുള്ളത്. 10 വയസ്സിന് മുന്നേ ഇങ്ങനത്തെ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മളതിനെ ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കും. 10 വയസ്സിന് ശേഷമാണ് ഇങ്ങനത്തെ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിച്ചു തുടങ്ങുകയെങ്കിൽ നമ്മളതിനെ അഡോളസെൻ്റ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്നാണ് വിളിക്കുക. എന്നാൽ എപ്പോഴാണ് ഈ സ്വഭാവ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്നും വിളിക്കാറുണ്ട്. പല കുട്ടികളിലും പല രീതിയിലാണ് ഇതിൻ്റെ സ്വഭാവ ലക്ഷണങ്ങൾ കാണുക. അവരുടെ പ്രായം, അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. എന്നാൽ തന്നെ നമുക്കതിൻ്റെ സ്വഭാവ ലക്ഷണങ്ങളെ 4 ആയിട്ട് തരംതിരിക്കാം: അഗ്രസീവ് ബിഹേവിയർ, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, ഡിസൈഡ്ഫുൾ ബിഹേവിയർ, വയലേഷൻ ഓഫ് റൂൾസ്. അഗ്രസീവ് ബിഹേവിയറിൽ നമ്മൾ കാണാറുള്ള ഒന്നാണ് വേർബൽ അഗ്രഷൻ, മോശമായ വാക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അതുപോലെ തന്നെ അഗ്രസീവ് ബിഹേവിയറിൽ വരുമ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ അവർ ഉപദ്രവിക്കും. ഇനിയിപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങളെ ഉപദ്രവിക്കുക, അത് കൂടി വന്ന് ഗ്രാൻഡ് പാരൻസിനെ ഉപദ്രവിക്കുക എന്ന രീതിയിലേക്കൊക്കെ ഇത് മാറാറുണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ വഴക്ക് പറയുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ നമ്മളെ അടിക്കുക, ഇടിക്കുക, ഇതൊന്നും സാധാരണയായിട്ട് കുട്ടികളിൽ കാണാത്ത ബിഹേവിയേഴ്സാണ്. അതേപോലെ തന്നെ മൃഗങ്ങളെയും അവർ ഉപദ്രവിക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ വളർത്തുന്ന നമ്മുടെ പെറ്റ്സൊക്കെ ആയിരിക്കാം, പക്ഷേ അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ പെറ്റ്സിനെയൊക്കെ അവർ ഉപദ്രവിക്കും. ഈ ഒരു രീതിയിലാണ് അഗ്രസീവ് ബിഹേവിയർ നമ്മൾ കാണാറുള്ളത്. ഇനി ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, സാധനങ്ങൾ നശിപ്പിക്കുക. ചിലപ്പോൾ TV-യുടെ റിമോട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ടോയ്സ് ആയിരിക്കാം, ഇതൊക്കെ ഇവർ നശിപ്പിക്കും. ഇനി നമുക്കറിയാത്ത മറ്റുള്ളവരുടെ സാധനങ്ങൾ, ഇതൊക്കെ ഇവർ നശിപ്പിക്കും. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ ചെടിച്ചട്ടികൾ, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ വലിച്ചു കീറുക, ഇതേപോലെ സാധനങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവം നമ്മൾ ഇവരിൽ കാണാറുണ്ട്. അതേപോലെ ഡിസൈഡ്ഫുൾ ബിഹേവിയർ, കള്ളത്തരം പറയുക. നമ്മൾ എന്ത് ചോദിച്ചാലും കള്ളത്തരങ്ങൾ തന്നെ ഇവർ പറയുക. അതേപോലെ തന്നെ മോഷ്ടിക്കുക. ചിലപ്പോൾ അവർക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത സാധനങ്ങളായിരിക്കാം, എന്നാൽ തന്നെയും അവരത് മോഷ്ടിക്കും, മറ്റുള്ളവരുടെ സാധനങ്ങൾ. ഇനി അങ്ങനെയല്ല, വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുക. അവർക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് അവർ വീട്ടിൽ നിന്ന് പൈസ എടുക്കുക, അവരുടെ ആവശ്യങ്ങൾ അവർ നടത്തുക. ഇതുപോലുള്ളൊരു ബിഹേവിയർ നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട്. അതേപോലെ വയലേഷൻ ഓഫ് റൂൾസ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റൂൾസിനൊക്കെ അവർ വയലേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ റൂൾസിനെ, വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ റൂൾസിനെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആയിരിക്കാം. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ബെല്ലടിക്കുന്നതിന് മുന്നേ സ്കൂളിലേക്ക് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ സ്കൂൾ വിട്ടാൽ നേരെ നമ്മൾ വീട്ടിലേക്ക് വരണം എന്നൊക്കെയുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവർ വയലേറ്റ് ചെയ്യുക. കാരണം ഇവർക്ക് റൂൾസിനനുസരിച്ച് ഇവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കണ്ടുവരാറുള്ള സ്വഭാവ ലക്ഷണങ്ങളാണ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരത് കേൾക്കൂല. അതേപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, പിന്നെ ഭയങ്കര ഇറിറ്റബിൾ മൂഡായിരിക്കും, ഭയങ്കര ആങ്കർ ഇഷ്യൂസൊക്കെ നമ്മൾ ഇവരിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വീട് വിട്ട് ഇറങ്ങിപ്പോവുക. ഇപ്പം നമ്മളെന്തെങ്കിലും വഴക്കൊക്കെ പറയുക, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവർ ഇറങ്ങിപ്പോവുക. ചിലപ്പോൾ ഇവർ സ്കൂളിലേക്കാണെന്നൊക്കെ പറഞ്ഞിറങ്ങും, പക്ഷെ ഇവർ സ്കൂളിൽ പോവില്ല, അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് അവർ വീട്ടിൽ വരിക. ഇതുപോലത്തെ സ്വഭാവ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ കണ്ടക്ട് ഡിസോർഡർ കുട്ടികളിൽ കാണുക എന്ന് ചോദിച്ചാൽ, പല കാരണങ്ങൾ കൊണ്ടും കണ്ടക്ട് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്.
ബയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന സ്ട്രക്ചറിൽ വരുന്ന എന്തെങ്കിലും ഡിഫറൻസസ്, ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് കാരണമാവാം, അല്ലെങ്കിൽ നമുക്ക് ജന്മനാ ഉള്ള എന്തെങ്കിലും ഡിഫക്ട്സ് കാരണമാവാം, നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് കണ്ടക്ട് ഡിസോർഡറിന് കാരണമായേക്കാം. അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ നമ്മളെ ബ്ലഡ് റിലേഷനിൽ തന്നെയുള്ള ആൾക്കാരിൽ ആർക്കെങ്കിലും മൂഡ് ഡിസോർഡേഴ്സോ എന്തെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇനി ഇത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അതും കണ്ടക്ട് ഡിസോർഡറിന് കാരണമായി കാണാറുണ്ട്. ഇനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആണെങ്കിൽ, കുട്ടികളെ ഒന്നിനും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള പാരൻസ് ആണെങ്കിൽ, ഇനി അങ്ങനെയല്ല ഭയങ്കര നെഗ്ലക്റ്റ് പാരൻറ്റിങ് ആണെങ്കിൽ, കുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൺസിഡറേ ചെയ്യില്ല. സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിൽ പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. നെഗ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ല, എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പാരൻസ് വിടുക. ഈ രീതിയിലുള്ള ഒരു പാരൻറ്റിങ് ആണെങ്കിൽ, ഇനി അങ്ങനല്ല, കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ സൂപ്പർവിഷനിലല്ല കുട്ടി വളരുന്നത് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കണ്ടക്ട് ഡിസോർഡറിന് കാരണമായി കാണാറുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷുവൽ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസിന് വിധേയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കണ്ടക്ട് ഡിസോർഡറിന് കാരണമാവാറുണ്ട്. കുട്ടികളിൽ കാണുന്ന ഈ ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്താണ് അത് പിന്നീട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന രീതിയിലേക്കൊക്കെ മാറുന്നത്. മറ്റുള്ളവരെയോ അവരുടെ റൈറ്റ്സിനെയോ റെസ്പെക്റ്റ് ചെയ്യാതെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ആൻറ്റി സോഷ്യൽസ് എന്ന് പറയുന്നത്. ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വഭാവ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും റൂൾസ് അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. റൂൾസിനെതിരെയായിരിക്കും അവർ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ റൂൾസ് ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിലായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ നുണ പറയുക, ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുക, ചതിക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏതൊരറ്റം വരെ പോകാനും ഒരു മടിയും കാണിക്കാത്ത ആൾക്കാരാണ് ആൻറ്റി സോഷ്യൽസ്. അതുപോലെ തന്നെ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ. ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ചിലപ്പോൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ഇനി ഇതൊന്നും അല്ലെങ്കിൽ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. ഇതൊന്നും അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ആങ്കർ ഇഷ്യൂവും അഗ്രസീവ് ബിഹേവിയറൊക്കെ നമ്മൾ ഇവരിൽ കാണാറുണ്ട്. ഇതൊക്കെ ഇവരിലുള്ളത് കൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും അടിപിടി പ്രശ്നങ്ങളൊക്കെ ഇവർ പോകുന്ന സ്ഥലത്തൊക്കെ ബാക്കിയായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അഡിക്ഷൻ ബിഹേവിയറുകളിലേക്കും കൂടുതലായിട്ടുള്ള സെക്ഷൽ ബിഹേവിയറുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. 18 വയസ്സ് വരെ ഇതുപോലെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്നവരെയാണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുക. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന രീതിയിലേക്കാണ് മാറുക. നമ്മളെ കൊണ്ട് പറ്റുന്നതും കുട്ടികളിൽ തന്നെ ഈ സ്വഭാവ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇനി അത് ചെയ്യാതിരിക്കുന്ന സമയത്താണ് അത് ആൻറ്റി സോഷ്യലിലേക്ക് മാറുന്നത്. ഇതുപോലെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് കാരണം നിങ്ങളോ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനും അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.